ഇസ്ലാമിൽ സലാം എന്നത് വെറും അഭിവാദ്യമല്ല, അത് സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ദുആ കൂടിയാണ് ട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കാൻ പറഞ്ഞ അമൂല്യ സുന്നത്ത് തന്നെയാണ് സലാം. അതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. അതുകൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്താനാണ് ഞാൻ നിങ്ങളെ ഈ വീഡിയോയിലേക്ക് ക്ഷണിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാനിപ്പോൾ നിങ്ങളോട് സലാം പറഞ്ഞു. അതിന് ആരെല്ലാം സലാം മടക്കി നൽകിയിട്ടുണ്ട്, സലാം വീട്ടിയിട്ടുണ്ട്, അത് തിരിച്ചു തന്നിട്ടുണ്ട്. എല്ലാവർക്കും തിരിച്ചു തരാൻ അവകാശം, അതായത് ഒരു മുസ്ലിമായ അവർ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ സലാം പറയലും അത് തിരിച്ചു നൽകലും നിർബന്ധമാണ് അല്ലേ? എന്നാൽ ചില സന്ദർഭങ്ങളിൽ അന്യ സ്ത്രീ അന്യ പുരുഷനോട് സലാം പറയൽ തെറ്റാണ് എന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. അതെങ്ങനെയാണ്? നമ്മൾ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾക്ക് വേണ്ടി കണ്ടുമുട്ടുന്ന ഓരോ ആളുകളും അവർ നമ്മളോട് സലാം പറയലും സലാം തിരിച്ചു നൽകലും തെറ്റ് തന്നെയാണ് കേട്ടോ. നമ്മുടെ ഒരു സുഹൃത്ത്, അതായത് നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത്, അത് നമുക്ക് അവരോട് സംസാരിക്കുമ്പോൾ നമുക്കൊരു തെറ്റില്ല, അല്ലെങ്കിൽ അവർ നമ്മളോട് സംസാരിക്കുന്നത് തെറ്റായ രൂപത്തിലല്ല എന്നുള്ള ധാരണ നമ്മുടെ മനസ്സിലുണ്ടായി അവരോട് സലാം പറയലും അവർ തിരിച്ചു നൽകലും സുന്നത്ത്, അവർ തിരിച്ചു നൽകലും കുഴപ്പമില്ല കേട്ടോ. അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സലാം കൊടുത്തുന്നോർത്ത് ഒരു പ്രശ്നമില്ല. പക്ഷെ ആവശ്യമില്ലാത്ത സന്ദർഭങ്ങൾ അറിയാത്ത ഒരാളോട് നമ്മൾ സലാം പറഞ്ഞ് അത് നമുക്ക് ഫിത്ന ഉണ്ടാക്കുന്ന രൂപത്തിലായിത്തീരുന്നത് അത് തെറ്റായ ഒരു കാര്യമാണ്. അത് നേരെ മറിച്ചൊരു വൃദ്ധയായ ഒരു സ്ത്രീയാണ് പരസ്പരം വൃദ്ധയായ ഒരു സ്ത്രീയോട് ഒരു പുരുഷൻ സലാം പറയുന്ന കുഴപ്പമില്ല. ഒരു ചെറുപ്പക്കാരിയായ ഒരു പെണ്ണ് വേറൊരു പുരുഷനോട് സലാം പറയലും അത് തിരിച്ചു നൽകലും തെറ്റ് തന്നെയാണ്. അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയേറെ കാര്യങ്ങൾ ഗൗരവമായി ചിന്തിച്ച് കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ രൂപത്തിലൊക്കെ നമ്മൾ ഓരോ ദിവസവും എന്തെല്ലാം തെറ്റുകളാണല്ലേ നമ്മൾ ചെയ്യുന്നത്. പറഞ്ഞു കേട്ടാൽ ഖുർആനിൽ പറയുന്ന ഓരോ വാക്കുകളും എടുത്ത് നമ്മൾ അതേപോലെ തന്നെ ജീവിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് 100% തെറ്റുകളാണ്. അപ്പോൾ തെറ്റുകൾ നമ്മൾ ചെയ്യാത്ത മനുഷ്യരില്ല അല്ലേ? മനുഷ്യന്മാരായ തെറ്റുകൾ ഉണ്ടാവും, തെറ്റുകൾ കാണും, തെറ്റുകൾ കേൾക്കും. പടച്ചവനെ അല്ലാഹുവേ, ഞങ്ങളെ നീ അറിവുള്ളവരുടെ കൂട്ടത്തിൽപ്പെടുത്തി സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവണേ തമ്പുരാനെ. പടച്ചവനെ, അറിവില്ലായ്മ കൊണ്ടും അറിവുകൊണ്ടും ഞങ്ങൾ പല തെറ്റുകൾ ചെയ്യുന്നുണ്ട്. അതെല്ലാം നീ പുറത്ത് മാപ്പാക്കി തരണേ. ഇതെല്ലാം നമുക്ക് തെറ്റുകൾ ചെയ്യും, തെറ്റുകൾ ചെയ്യാത്തവരില്ല. പക്ഷെ നമ്മൾ തെറ്റുകൾ ചെയ്യാതിരിക്കാൻ ശ്രമിക്കണം. അറിയാതെ വന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ ഞങ്ങളെ നീ കാക്കണേ എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യാം. നമ്മളെപ്പോഴും അല്ലാഹുവിലേക്ക് കൂടുതൽ അടുത്താൽ നമ്മുടെ ചെറിയ ചെറിയ തെറ്റുകൾക്ക് നമുക്ക് മാപ്പ് ചോദിച്ച് മാപ്പ് നൽകാൻ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് മാപ്പ് നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എപ്പോഴും എന്ത് വേണം? ഈമാൻ വേണം. ഈമാനുള്ളവരോട് മാത്രമേ അല്ലാഹു സുബ്ഹാനഹു തആല കൂടുതൽ അടുക്കുകയുള്ളൂ കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഈമാൻ വേണമെങ്കിൽ എന്ത് വേണം? ഇബാദത്ത് ചെയ്യണം. ഇബാദത്ത് എന്നാൽ എന്താണ് എന്ന് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത് എല്ലാം ഇബാദത്തിൽപ്പെടും. മനസ്സിലായി? നമ്മൾ എന്ത് അള്ളാഹു കൽപ്പിച്ചതുപോലെ നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുന്നു അതെല്ലാം ഇബാദത്തിൽപ്പെടും. അങ്ങനെ ഒരു വ്യക്തി ഇബാദത്ത് ചെയ്യുന്ന വ്യക്തികൾ അവർക്ക് ഈമാൻ ഉണ്ടാവും, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനും അവർ അറിയാതെ ചെയ്യുന്ന തെറ്റുകളൊക്കെ അള്ളാഹു പുറത്ത് മാപ്പാക്കി കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ കഴിയുന്നതും ഇബാദത്ത് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ എല്ലാവരും. അതുപോലെ അറിവില്ലായ്മ കൊണ്ട് നമ്മളോട് ഒരാൾ പറയുകയാണ്, അറിവില്ലായ്മ കൊണ്ട് നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അള്ളാഹുവിനോട് ദുആ ചെയ്ത് നമുക്കത് മാപ്പ് ചോദിച്ച് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടി അള്ളാഹു നമുക്ക് പുറത്തു തരുന്നതായിരിക്കും എന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടത് എന്താണ്? ഇബാദത്ത് ചെയ്യുക. നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ ഇബാദത്ത് ചെയ്യുക.
ഇൻഷാ അല്ലാ ഞാൻ നിങ്ങളോട് വേറൊരു കാര്യം കൂടി പറയാം. നമ്മളോടൊരു അമുസ്ലിം സഹോദരൻ അല്ലെങ്കിൽ അമുസ്ലിം സഹോദരി അല്ലെങ്കിൽ അമുസ്ലിം സുഹൃത്ത് നമ്മളോട് സലാം പറയുകയാണ്. നമ്മൾ അവർക്കും സലാം തിരിച്ചു നൽകണം. അസ്സലാമു അലൈക്കും എന്ന് അവർ പറഞ്ഞാൽ നമ്മൾ വ അലൈക്ക എന്ന് മാത്രം തിരിച്ചു നൽകിയാൽ മതി. നമ്മളെ കണ്ടുമുട്ടുന്ന ആരും ആദ്യം സംസാരിക്കേണ്ടത് സലാം പറഞ്ഞുകൊണ്ട് വേണമെന്നാണല്ലോ പറയുന്നത്. അപ്പം നമ്മളോട് ഒരാൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ വ അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ എന്നെങ്കിലും നമ്മൾ തിരിച്ചു നൽകണം. അല്ല, അയാൾ നമ്മളോട് പറയാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞാൽ നമ്മളും തിരിച്ച് അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ്. സലാം പറയുന്നവരെയും സലാം തിരിച്ചു നൽകുന്നവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ ഇഷ്ടപ്പെടുന്നു. ഇതെല്ലാം ഇബാദത്തിൽപ്പെട്ടതാണ് കേട്ടോ. ഈ സലാം പറയലും ഇതെല്ലാം ഇബാദത്തിൽപ്പെട്ടതാണ്.